ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രൂശിതൻ്റെ കൃപ സ്വീകരിച്ചവരും മറുതലച്ചവരും. രണ്ടാമതായി നാം ധ്യാനിക്കുന്നു കൃപ സ്വീകരിച്ച വ്യക്തിയായ ശതാധിപൻ. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവത്തനായിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 39-ാം വാക്യം. പ്രിയമുള്ളവരെ, വേദനയുടെയും നിരാശയുടെയും അടയാളമായി തോന്നാവുന്ന വിധത്തിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ യേശു സത്യമായും ദൈവത്തനായിരുന്നു എന്ന് വധശിക്ഷയ്ക്ക് നേതൃത്വം നൽകിയ റോമൻ ശതാധിപൻ ഏറ്റു പറഞ്ഞു. യേശുനാഥൻ്റെ മരണനിമിഷം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായി സ്നേഹത്തിൻ്റെ ശക്തി ശതാധിപൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. നട്ടുച്ചയ്ക്കുള്ള സൂര്യാസ്തമയം, ഭൂമിയിൽ വ്യാപിച്ച അന്ധകാരം, ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ പവിത്രതയെ തിരിച്ചറിഞ്ഞ ഭൂമിയുടെ ഉള്ളുകലങ്ങിയുള്ള പ്രതികരണം, ഇതെല്ലാം ശതാധിപൻ്റെ ഹൃദയത്തിലേക്ക് അനുതാപത്തിൻ്റെ കിരണങ്ങൾ പൊഴിച്ചു. തന്നിലെ ദൈവാനുഭവത്തിൻ്റെ ആദ്യ സ്മരണമായി അത് മാറി. അനുതാപത്തിൻ്റെ ആഴത്തിൽ നിന്ന് വികാരങ്ങളാലും ആശയക്കൂട്ടങ്ങളായി പുറത്തു വന്നു. ജനക്കൂട്ടത്തിൻ്റെ ദൈവദൂഷണപരമായ പ്രഖ്യാപനത്തിന് ഒരു മറുപടിയായിരുന്നു യേശുവിൻ്റെ മനസ്സമയത്തുണ്ടായ ശതാധിപൻ്റെ സാക്ഷ്യം. നീ ദൈവത്തിനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് ജനക്കൂട്ടം ആവശ്യപ്പെട്ടപ്പോൾ യേശു കുരിശിൽ കിടന്ന് മരിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയായിരുന്നു. മരണത്തെ ജയിച്ച് ദൈവത്തിനാണെന്ന് തെളിയിക്കുകയായിരുന്നു. അതിനാലാണ് ദൈവപുത്രൻ്റെ ശക്തി ശതാധിപൻ കണ്ടത്. പ്രിയമുള്ളവരെ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ശതാധിപനെ പോലെ വിശ്വാസം ഏറ്റുപറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.